നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കേണം. പ്രസാദിക്കുക എന്ന വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് സ്തോത്രം അക്സെപ്റ്റഡ് എന്നാണെന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ അംഗീകരിക്കുകയില്ലയോ സ്തോത്രം എന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വാക്ക്. അപ്പോൾ ഇതിൻ്റെ സന്ദർഭം നമുക്കറിയാം. ഹാബേല്, കയീൻ, അവരുടെ വഴിപാടുകൾ, അവരുടേതായ ആ ജീവിത നിലവാരങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ ഭാഗം ചിന്തിക്കാൻ. നേരോടെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിച്ച മനുഷ്യൻ ഹാബേൽ. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം താല്പര്യപ്രകാരവും ജീവിതത്തിൽ നന്മയ്ക്കിട കൊടുക്കാതെ ജീവിച്ചിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ കയീൻ. രണ്ട് തലങ്ങളിൽ ഇവർ രണ്ടുപേരും നിൽക്കുകയാണ്. കയീനെ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കുക. ജീവിതത്തിൽ നന്മയില്ലെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെന്ന് മാത്രമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ജീവിതത്തിൽ നന്മയില്ല. അവിടെയാണ് ദൈവം പറയുന്നത്, പിന്നെ എങ്ങനെ ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്യും? ദൈവം നിന്നെ എങ്ങനെ അംഗീകരിക്കും? ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്നവരോട് പറയട്ടെ, നമ്മളൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായി മനസ്സുള്ളവരും ദൈവത്തെ പ്രസാദിപ്പിക്കാനായി പല കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്. പാട്ട് പാടുന്നു, ഇവിടെ വന്ന് അച്ചടക്കത്തോടെ ഇരിക്കുന്നു, സുവിശേഷ വേലയ്ക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ചെയ്യുന്നു, ദൈവവേലയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ദൈവപ്രസാദം വരുത്തുന്നതായ പല കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അത് ദൈവം അംഗീകരിക്കണമെങ്കിൽ ഒന്നാമത് ദൈവം പറയുന്നു, നീ നന്മയുള്ളവനായിരിക്കണം. എത്ര പേർക്കത് മനസ്സിലായി? നന്മയുള്ളവനിൽ നിന്ന് വേണം, അഥവാ നേരുള്ളവനിൽ നിന്ന് വേണം ഇതെല്ലാം ഉണ്ടാകാൻ. അല്ലാത്ത ഇടങ്ങളിൽ നിന്ന് വരുന്നത് ദൈവീക അംഗീകാരത്തിനും അപ്പുറത്താണ്. ഹാബേലിനെ നോക്കിക്കൊണ്ടും പറയുന്നത് ഇത് തന്നെയാണ്. നിന്നിൽ നന്മയുണ്ട്, അവിടെ ദൈവം അംഗീകരിക്കുന്ന അനുഭവവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി ഹാബേലും കയീനും നോക്കൂ. നന്മയുള്ളവൻ ഇടയ്ക്ക് പട്ടുപോയി. നന്മയില്ലാതിരുന്നവൻ പിന്നെയും എന്ത് ചെയ്തു? ജീവിച്ചു. നന്മയുള്ളവൻ നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ ആയുസിൻ്റെ പകുതി എത്തുന്നതിന് മുമ്പേ പട്ടുപോയി. നേരത്തെ നമ്മൾ കേട്ടതുപോലെ നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ കുറെ കണക്ക് കൂട്ടലുകൾ, ഇതുപോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? അതുപോലെ ഒന്നും അല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു കണക്ക് കൂട്ടലും പദ്ധതിയുമുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ നല്ലതുപോലെ കണക്ക് കൂട്ടാനും കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെ നമുക്ക് കഴിയും. എന്നാൽ അങ്ങനെ തന്നെ നടന്നുകൊള്ളണമെന്ന് ഒരിടത്തുമില്ല. അങ്ങനെ നടന്നുകൊള്ളണമെന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും അതിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്തവണ്ണമാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയായാൽ നന്മ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. നന്മ ചെയ്യുന്നവൻ, നേരുള്ളവൻ, അവൻ്റെ വഴി ദൈവത്തിന് പ്രസാദമുള്ളതും ദൈവം അംഗീകരിക്കുന്നതും
ആ വഴികളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ട് എന്നുള്ളതുമാണ്. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അതല്ല. ഇനി നിന്റെ ജീവിതത്തിൽ നന്മ ഇല്ലെങ്കിൽ ദൈവം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതിൻ്റെ അടുത്ത ഭാഗമാണ്, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ. ദൈവമക്കളെ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ, നന്മയ്ക്ക് ഇഷ്ടം നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, പാപം നിന്നെ കടിച്ചു കീറാൻ, നിന്നെ തകർത്ത് കളയാൻ തക്കം പാർത്ത് നിന്റെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പിടിച്ചടക്കാൻ പാപത്തിന് എളുപ്പമാണ്. സ്തോത്രം. ഇനി നന്മ ചെയ്ത് ജീവിക്കുന്നവനെ, അവൻ്റെ നേരെയും പാപത്തിന് അവൻ്റെ പോരാട്ടമുണ്ട്, എങ്കിലും അവനെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. പാപം ചെയ്യുന്നവൻ, നന്മ ചെയ്യാത്തവൻ ഒരു വശത്ത്, നന്മ ചെയ്യുന്നവൻ, ദൈവം അംഗീകരിക്കുന്ന ജീവിതം നയിക്കുന്നവൻ മറ്റൊരു വശത്ത്. ഇത് ദുഷ്ടന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു, ശ്രദ്ധിക്കൂ. ഈ കയ്യൻ ദുഷ്ടന്റെ സിമ്പലായി നിൽക്കുകയല്ല. അവനും ഈ ആലയത്തിനകത്ത് യാഗവും വഴിപാടുമായി വന്നവൻ തന്നെയാണ്. ദൈവമില്ലെന്ന് പറയുന്നവനോ ദൈവ നിഷേധിയോ ഒന്നുമല്ല ഈ കൈ. തൻ്റെ കൃഷിഫലങ്ങളിൽ ഉത്തമമായത് കൊണ്ടുവന്ന് ദൈവത്തിന് യാഗം കഴിക്കാൻ തക്കവണ്ണം ആഗ്രഹിച്ചവൻ തന്നെയാണ് ഈ കൈ. ആ വഴിപാടിൽ ദൈവത്തിന് അംഗീകാരം ഉണ്ടാകാതെ വന്നപ്പോൾ അവന്റെ മുഖം വാടി എന്നുള്ളത് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതിൻ്റെ അർത്ഥം, അവൻ വളരെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. എൻ്റെ വഴിപാടും ദൈവം പ്രസാദിക്കും. പക്ഷെ അതില്ലാതെ വന്നപ്പോൾ അവൻ്റെ മുഖം വാടി. അപ്പം അതിൻ്റെ അർത്ഥം, ഇവനും വളരെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് ശ്രദ്ധിക്കൂ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്നെ കടന്ന് പിടിക്കത്തക്കവണ്ണം നീ അതിന് അനുകൂലമായി നിൽക്കുന്നു. നിന്നെ എളുപ്പത്തിൽ പാപത്തിന് കീഴടക്കാം. അത് തന്നെയാണ് തൊട്ടടുത്ത നിമിഷം അവിടെ നടന്നത്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാറെ കയ്യൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാ എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയ്യൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. ഒരല്പം മുമ്പേ ദൈവം അവന് മുന്നറിയിപ്പ് കൊടുത്തതേ ഉള്ളൂ. കയ്യനെ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്നെ കടന്നു പിടിക്കാൻ, നിന്നെ തകർത്ത് കളയാൻ നിന്റെ മേൽ തക്കം പാർത്തിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനെ നീ കീഴടക്കിയില്ലെങ്കിൽ, അതിനെ ജയിക്കാൻ നീ നന്മ ചെയ്ത ആ പാപത്തിനെതിരെ പോരാടിയില്ലെങ്കിൽ അത് നിന്നെ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പൊ കയ്യൻ ആരെ കൊന്നു? സ്തോത്രം. ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ഇര എന്ന് പറയുന്നത് ആരാണ്? ഇരയായി നമ്മുടെ കണ്ണിന് മാറിയത് ഹാബേലാണ്. പക്ഷെ പാപത്തിൻ്റെ ഇരയായി മാറിയത് ആരാണ്? കയ്യനാണ്. മനസ്സിലാകുന്നുണ്ടോ? കടിച്ചു കീറാൻ നിന്ന പാപത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കണ്ണിന് ഇരയായി മാറി എന്ന് തോന്നിയത് ഹാബേലാണ്. അത് നിമിത്തം ഹാബേലാണ് മരിച്ചത്. എന്നാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹാബേൽ ജയിച്ചു. ഈ ക്രിസ്ത്യാനികളെ, ദൈവമക്കളെ അവർ കൊല്ലുന്നു.
ശരിയാണ്. പക്ഷെ ഒരർത്ഥത്തിൽ അവർ ചെയ്യുന്ന നല്ല കാര്യമല്ലേ? നിങ്ങൾ പോകുന്ന സ്വർഗത്തിൽ പോവില്ലേ? മനസ്സിലായില്ല ആർക്ക്? ഒരർത്ഥത്തിൽ അവർ നിങ്ങളോട് ചെയ്യുന്നത് നിങ്ങളെങ്ങ് എത്ര പേർക്കത് മനസ്സിലായി? ചില കഷ്ടങ്ങൾ, ചില പ്രയാസങ്ങൾ ഒരു ദൈവപ്രവർത്തിക്ക് തന്നെയാണ്, യാതൊരു സംശയവും. നന്മയുള്ളവന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹായം എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. തിന്മയുടെ വാഹകരാകുന്നവർക്ക് ഈ പാപത്തിൻ്റെ പിടുത്തത്തിൽ നിന്നും അവനെ മോചിപ്പിക്കാൻ കഴിയത്തില്ല. കയീൻ പിന്നെയും ജീവിച്ചു. അവന് ലോകത്തിൽ അവൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവസരം കിട്ടി. പക്ഷേ പാപത്തിൻ്റെ ആ ശമ്പളമായ മരണത്തിന് അവൻ കീഴ്പ്പെട്ടു. ഇന്ന് ഈ പകലിൽ ഞാൻ അടുത്ത വരുന്ന ആഴ്ചകളിൽ അവസരം കിട്ടിയാൽ അതിൻ്റെ ബാക്കി പറയാം. ശ്രദ്ധിക്കൂ. നന്മ ചെയ്ത് ജീവിക്കുന്നത് ക്രിസ്തീയ യാത്രയ്ക്ക് വളരെ എളുപ്പമാണ്. നന്മയ്ക്ക് മനസ്സ് കൊടുത്ത് ജീവിക്കുന്നത് പാപത്തിൻ്റെ മേൽ ജയം കൊള്ളാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട മാർഗമാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. പാപത്തെ സ്വന്തം ബലം കൊണ്ട് നമുക്ക് ജയിക്കുക പ്രയാസമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ തിന്മ അകത്തുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുക വളരെ ദുഷ്കരമാണ്. സ്തോത്രം. എന്നാൽ നന്മയകത്തുള്ളവനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇങ്ങനെ പാപം നിന്നെ കീഴ്പ്പെടുത്താൻ എത്രയോ തവണ പതിയിരുന്നു, എന്നാൽ അതിൻ്റെ നടുവിൽ ഈ പാപം നിന്നെ അമർച്ച ചെയ്യാതെ ദൈവം നിന്നെ പല സ്ഥലത്തും കാത്തു. അപകടമല്ല ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പാപം നമ്മെ പിടിച്ച് നമ്മെ കൊണ്ട് അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കാതെ ഈ ദൈവം പലയിടത്തും സഹായിച്ചു. ഈ പാപം ചെയ്യാത്തത് പലരും അവസരം കിട്ടാത്തത് കൊണ്ടാണെന്നൊരു പറച്ചിലുണ്ട്. എല്ലാവരും അല്ല, പലരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളങ്ങനെ ഒന്ന് പോകുമ്പോഴാണ് നമുക്കിഷ്ടമുള്ള ഒരു പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചെടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കാര്യം, ചിലർക്ക് അതിനോടൊന്നും താല്പര്യമില്ലാത്തവരുണ്ട്, എന്നാൽ അതിനോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്കൊരാഗ്രഹം ഒന്ന് ഒടിച്ച് ഒരു കമ്പെടുത്താലോ എന്നൊരു അകത്തൊരു തോന്നൽ വന്നു. ദൈവമക്കളൊക്കെയാണ്, പാട്ട് പാടുന്നവരൊക്കെ ആണെങ്കിലും നമുക്കൊരാഗ്രഹം ഒരു കമ്പൊന്നൊടിച്ച് എടുത്താലോ എന്നൊന്ന് തോന്നി. അപ്പോൾ തോന്നിയപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുന്ന പ്രവൃത്തിയാണ്, ആരും ഇല്ലെങ്കിൽ പതുക്കെ നമ്മളെ ഇങ്ങോട്ട് മാത്രം നോക്കൂല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇനി നന്മ ചെയ്യുന്നവൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. അവൻ മേളിലോട്ട് അപ്പോഴും നോക്കിയില്ലെങ്കിലും സൈഡിലോട്ട് നോക്കുമ്പോൾ ആരോ അവിടെ നിൽക്കുന്നത് പോലെ തോന്നി. മനസ്സിലായോ? സൈഡിലോട്ട് നോക്കിയപ്പോൾ ആരോ നിൽക്കുന്നത് പോലെ തോന്നി, ഒടിക്കാതെ അങ്ങ് പോയി. കണ്ടോ? സ്തോത്രം. ദൈവം ആ പാപത്തിൽ നിന്ന് നിന്നെ തടഞ്ഞു. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പലയിടത്തും പല പ്രവർത്തികൾ ചെയ്യണം. ഹല്ലേലൂയ. അത് തരത്തിൽ പിശാചിന്റെ അകത്ത് ആ പ്രവർത്തി ചെയ്യാൻ
ഹല്ലേലൂയ. ദേഷ്യം കൂടിയപ്പോൾ, പ്രശ്നമുണ്ടായപ്പോൾ, അങ്ങനെ പല പ്രവർത്തികളിലേക്ക് നിന്നെ കടത്തിവിടാതെ, അതൊരു ദോഷമായി തീരാതെ, ആ പാപം നിന്നെ കടന്നു പിടിച്ച് നിന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കാതെ ആ സമയത്ത് കാത്തത് വേറെ ആരുമല്ല, സർവശക്തനായ ദൈവം നിന്നെ കാത്തു. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ, ഹല്ലേലൂയ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാണ്. എന്നാൽ നീ നന്മ ചെയ്യുന്നെങ്കിലോ, ഹല്ലേലൂയ, നിന്റെ അകത്ത് നന്മയുണ്ടെങ്കിലോ, എന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ അപകടത്തിലേക്ക് പെട്ടുപോകാതെ, ആ കടന്നു പിടിക്കാൻ ആഗ്രഹിക്കുന്ന പാപം നിന്നെ കീഴടക്കാൻ അനുവദിക്കാതെ, നിന്നെ പാപത്തിന്റെ വഴിയിൽ നിന്ന്, ആ പാപത്തിന്റെ വശീകരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സർവശക്തനായ ദൈവ, നന്മയുടെ ഉറവിടമായ ദൈവ എന്നോട് കൂടെയുണ്ടെന്ന് അകത്തുറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്? ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഒന്ന് ദൈവത്തിന് സ്തോത്രം പറയുക. എല്ലാവരും ഒന്ന് തയ്യാറാകട്ടെ. പാപം ചെയ്യാതിരുന്നത് എന്റെ മിടുക്ക് കൊണ്ടല്ല, എന്റെ ദൈവം എന്നെ കാത്തതിനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പറയുന്നതൊന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കൂ ദൈവമക്കളെ. ദൈവ വഴികളിൽ നന്മയുള്ളവരായി മുന്നോട്ട് പോകുമ്പോൾ തിന്മയകത്തുള്ളവൻ അവൻ മറ്റൊരു വഴിയിലൂടെ പോകുമ്പോൾ, പാപം രണ്ടിൻ്റെ മുന്നിലുമുണ്ട് എങ്കിലും കടിച്ചു കീറാൻ വരുന്ന ഈ പാപത്തിൻ്റെ മുന്നിൽ ദൈവം നന്മയുള്ളവനെ അവിടെയൊക്കെ സംരക്ഷിക്കുന്നു. അകത്ത് തിന്മയുള്ളവൻ, നേരില്ലാത്തവൻ ഈ പാപത്തിൻ്റെ പല പ്രലോഭനങ്ങളിൽ കീഴ്പ്പെട്ട് ദൈവഹിതമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നു. വാക്ക് മനസ്സിലായോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ നന്മയുള്ളവരായി മുന്നേറിയാൽ ദൈവം തരുന്ന ഒരു ഉറപ്പായ വാഗ്ദത്തമാണ്, അതിൻ്റെ നടുവിൽ ദൈവം അംഗീകരിക്കത്തക്കവണ്ണം ദൈവം നടത്തും. സ്തോത്രം. ഒരു നല്ല വഴിയാണ്. കുഞ്ഞുങ്ങളോടും യുവജനങ്ങളോടും പ്രായമുള്ളവരോടൊക്കെ പറയട്ടെ, അകത്ത് നിന്ന് തിന്മയെ മാറ്റ്. അകത്ത് നിന്ന് നേര് മാത്രം സ്ഥാപിച്ചിട്ട് ബാക്കിയെല്ലാം കള. എൻ്റെ വഴികളിലൊക്കെ ദൈവം സഹായിക്കും. ഇനി ഏറ്റവും പ്രധാന ഒരു കാര്യം, അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ദൈവഹിതമായത് തിരഞ്ഞെടുക്കാൻ ദൈവം നിന്നെ സഹായിക്കും. അകത്ത് നന്മയുണ്ടെങ്കിൽ, ആ നന്മയുടെ ഉറവിടമായ ദൈവമാണ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, പ്രശ്ന നിബിഡമായ അവസ്ഥകളിൽ എപ്പോഴും എല്ലാവരോടും ഒന്നും ചോദിക്കാനൊക്കത്തില്ല. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഹാബേൽ കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ദൈവത്തിന് ഹിതമായതും അവൻ്റെ ജീവിതത്തിന് ഗുണമായതെന്തെന്നും തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം അവൻ പ്രാപ്തിയുള്ളവനായി. സ്തോത്രം. ഈ വഴിയാണ് നല്ലതെന്ന്, ഇതാണ് തിരഞ്ഞെടുക്കേണ്ടുന്നതെന്ന്. സ്തോത്രം. ഒരു ദർശകനോ വെളിപ്പാടുകാരനോ പ്രവാചകനോ ഒന്നും വന്ന് പറഞ്ഞില്ലെങ്കിലും ദൈവം നിന്നെ നടത്തും. സ്തോത്രം. അല്ല, തിന്മയാണ് അകത്തുള്ളതെങ്കിലുണ്ടല്ലോ, ഈ ദൈവം തടഞ്ഞാലും നീ പോകും. അതിനൊരു നല്ല ഉദാഹരണമാണ് ബിലയാം. അവൻ്റെ അകത്ത് നന്മയില്ല, അവൻ്റെ അകത്ത് തിന്മയാണ്. എന്താണ്? ശപിക്കണം. ശപിക്കാൻ വ്യവസ്ഥയില്ല. എന്നാൽ അവൻ്റെ അകത്ത് ആഗ്രഹം എന്താണ്? ശപിക്കണം. ദൈവം അവനോട് പറഞ്ഞു, നീ പോകരുത്. പിന്നെയും അവൻ്റെ അകത്ത് ശപിക്കണം. കാരണം ഇവിടെ അവൻ്റെ പ്രലോഭിപ്പിക്കുന്ന വേറെ ചിലതുണ്ട്. അവൻ്റെ വഴികളിൽ അവനെ തടയാൻ ദൈവദൂതൻ ചെന്ന് നിന്ന്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഉരിയാടാ കഴുത വാ തുറന്ന് മനുഷ്യ ശബ്ദത്തിൽ അവൻ്റെ നേരെ ഉരിയാടി അവന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും.
സ്തോത്രം. ആ ഉരിയാട കഴുതയോട് ഇവൻ ഉരിയാടി. ആർക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ എന്നെ അടിക്കുന്നത് എന്തെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ മറുപടി, വടിയായത് നിന്റെ ഭാഗ്യം. ഒരു വാളെങ്ങാനും എൻ്റെ കയ്യിലിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോ. യഹോവയുടെ പ്രവാചകൻ, നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? യഹോവയുടെ പ്രവാചകൻ അകത്ത് നന്മ ഇല്ലാതെ വന്നപ്പോൾ പാപം കടന്നു പിടിക്കത്തക്കവണ്ണം അവൻ്റെ ജീവിതം അത്തരത്തിലേക്ക് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു ജീവിതത്തിനുടമയാകണമോ? പാപത്തിൽ നിന്നൊഴിഞ്ഞു മാറണമോ? നന്മയുള്ള ഒരു മനസ്സിലേക്ക്, നന്മ ആഗ്രഹിക്കുന്ന ഒരു എത്ര പേർക്ക് സ്തോത്രം പറയാ? തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അനുഗ്രഹം, ഹല്ലേലൂയ, ആ നന്മയിലേക്ക് നമ്മെ തന്നെ ഒന്ന് മാറ്റാ. ഇന്ന് പകൽ ആർക്കും മനസ്സുണ്ടോ? അവനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ.